വിവിധ വിഷയങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷകരുടെ രാജ്ഭവൻ സമരം തുടരുന്നു. രാപ്പകൽ സമരം കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് അഭിവാദ്യമർപ്പിച്ച നിരവധി സംഘടനകൾ രാജ്ഭവന് മുന്നിലേക്ക് പ്രകടനവുമായി എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ് അവിടെ നിന്നും. സുലേഖ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ റബ്ബർ കർഷക സംഘടന ഇപ്പോൾ രാപ്പകൽ സമരം തുടരുന്നത്. സമരത്തിന് പിന്തുണയുമായി നിരവധി കർഷക സംഘടനകളിൽ നിന്നും നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ച ഒപ്പം പ്രോത്സാഹനം നൽകിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. 300 രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ റബ്ബർ സംഭരിക്കുക, റബ്ബറിനെ കാർഷിക വിളയായി പ്രഖ്യാപിക്കുക എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കർഷക സംഘത്തിന്റെ പ്രക്ഷോഭം. ഇതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ട് പോകാനാണല്ലോ റബ്ബർ കർഷകരുടെ തീരുമാനം, അല്ലെങ്കിൽ കർഷക സംഘത്തിന്റെ തീരുമാനം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി പറഞ്ഞതുപോലെ തന്നെ റബ്ബറിന്റെ താങ്ങുവില അത് 300 രൂപയാക്കണം. റബ്ബർ സംഭരണം അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായി തന്നെ ആദ്യ ദിവസമായിട്ടേ ഉള്ളൂ. സുലേഖ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പ്രോത്സാഹനവും അല്ലെങ്കിൽ പിന്തുണയുമായി നിരവധി പേരാണ്, അല്ലെങ്കിൽ കർഷക സംഘടനകളടക്കം വിവിധ കർഷക സംഘടനകളടക്കം നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. എന്താണിപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്? ഒപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ സമരം ഇവർ കടുപ്പിക്കാൻ പോകുന്നത്? അശ്വതി
രാജ്ഭവൻ സമരം തുടരുകയാണ്. രാപ്പകൽ സമരം കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് നിരവധി സംഘടനകൾ രാജ്ഭവന് മുൻപിലേക്ക് പ്രകടനമായി എത്തുന്നുണ്ട്. വിവരങ്ങളാണ് സുലേഖ ശശികുമാർ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്.